ഓം നമ ശിവായ. നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിന്റെ പ്രതിദിന ജ്യോതിഷ അവതരണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 2026 ഏപ്രിൽ മാസം 20-ാം തീയതി തിങ്കളാഴ്ച ദിവസം സുലഭ രാജയോഗ അനുഭവങ്ങൾ കുറെ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ചും ഈ തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളും ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. എല്ലാവരെയും കേൾക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ലൈക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ കാണുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ഓം നമ ശിവായ എന്നുള്ളൊരു കമന്റ് എങ്കിലും കുറഞ്ഞ പക്ഷം രേഖപ്പെടുത്തുവാനും താല്പര്യപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്നും ഓർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. 2026 ഏപ്രിൽ മാസം 20-ാം തീയതി തിങ്കളാഴ്ച ദിവസം ചന്ദ്രന് ആധിപത്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ 27 നക്ഷത്ര ജാതകരെയും എപ്രകാരം സ്വാധീനിക്കുന്നു, അതുപ്രകാരമുള്ള ജീവിതാനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്ക് 100% വന്നു ചേരുക. ഓരോരുത്തരും ജനിച്ച സമയത്ത് ചന്ദ്രൻ എപ്രകാരമായിരുന്നു, ബലമുള്ള ചന്ദ്രനാണോ ബലക്കുറവുള്ള ചന്ദ്രനാണോ, അതൊക്കെ അനുസരിച്ചിരിക്കും അവരുടെ ജീവിതാനുഭവങ്ങൾ വരുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം നന്മകൾ വാരിക്കൂരി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. മനസ്സിന് സമാധാനം, സ്വസ്ഥത എല്ലാം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ജാതകൻ ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമാവാസി തിഥിയിലായിരിക്കാം, ചിലപ്പോൾ കറുത്ത പക്ഷത്തിലായിരിക്കാം, ചിലപ്പോൾ ശത്രുക്ഷേത്ര സ്ഥിതിയിലായിരിക്കാം, ശത്രുക്കൾ ചന്ദ്രനെ വീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമായി വന്നു ചേരുന്നു. ഇതാണ് ഇതിന്റെ കാര്യം. എല്ലാവർക്കും ഒരുപോലെ അനുഭവങ്ങൾ ഉണ്ടാകാത്തതിന്റെ, ചിലർക്ക് എന്നും കണ്ണുനീരുമായിട്ട് അല്ലെങ്കിൽ എന്നും രോഗവുമായിട്ടൊക്കെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ചന്ദ്രൻ എപ്രകാരം അവരുടെ ജനന സമയത്ത് നിൽക്കുന്നു, അതിനെ ബേസ് ചെയ്താണ് അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുക. പൂർണ്ണ ബലവാനായിട്ട് രാജയോഗം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ കാണുമ്പോൾ തന്നെ അറിയാം, അവരുടെ ഒറ്റ നോട്ടത്തിൽ അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളും, അവരുടെ മുഖഭാവവും മുഖത്തെ സന്തോഷവും അവർ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും ഒക്കെ അവരെ കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്നും എനിക്ക് കണ്ണുനീരും ദുഃഖവുമാണ്. അപ്പൊ അതിന്റെ കാരണം ജനിച്ച സമയത്ത് ചന്ദ്രനാലുള്ള ദോഷം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിഹാരക്രിയകളൊക്കെ ചെയ്താൽ അവർക്ക് അതിൻ്റെതായ നേട്ടം ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അതൊന്നും ആരും ചെയ്യാൻ തയ്യാറല്ല. എല്ലാവരും ഇങ്ങനെ കരഞ്ഞുപോയി ജീവിച്ചങ്ങ് പോകുന്നു. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നത് ഒരു അസ്ട്രോളജറെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു തിരുമേനിയെ കൊണ്ടാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോവുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ അത് വേണ്ട വിധത്തിലുള്ള പരിഹാരക്രിയകളൊക്കെ ചെയ്തു തരും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഏതായാലും നമുക്ക് ഈ തിങ്കളാഴ്ച ദിവസത്തെ കാര്യം ഒന്ന് ചിന്തിക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം മേടക്കുറുകാരുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാതാവ് മുഖേന ധനം വന്ന് ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ ധനം കിട്ടുവാൻ സാധ്യതയുണ്ട് ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള നേട്ടമൊക്കെ ചെറിയ രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന ദിവസമാണ്. വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ജീവിതാനുഭവങ്ങൾ അവർക്ക് ഗുണകരമായി വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അതൊരു രാജയോഗ തുല്യമായ ജീവിതാനുഭവമായി മാറുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു സുഹൃത്ത് പറയുകയാണ്, വിദേശത്തേക്ക് ജോലിക്ക് ഒരു സാധ്യതയുണ്ട്, ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാം, നിന്നെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, അത് രാജയോഗ തുല്യമായ നിലയിലുള്ള ഒരു അനുഭവമായി വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെതായ നേട്ടം കൊണ്ട് ജീവിതം അപൂർത്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, വ്യക്തിപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥിതിയിലല്ല ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വലിയ നേട്ടമൊന്നും ഞാൻ പറയുന്നില്ല, തരക്കേടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാം ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കുറുകാരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നു. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായാലും ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ അവർക്ക് ദോഷം വരാതെ മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ
അപ്പോൾ മിഥുനക്കുറിപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരുടെ ജീവിതം നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതം പരാജയമാണ്. 100-ൽ 90 പേരുടെയും ജീവിതം പരാജയമാണ്. ഓരോ കാര്യങ്ങളിൽ അത് വ്യക്തിപരമായിട്ട് അവർക്ക് പരാജയം അനുഭവിക്കുന്നവരാണ്, മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിക്കുന്നവരാണ്. നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ചിലർക്ക് ദാമ്പത്യ ജീവിതം കാണത്തില്ല, ധനസംബന്ധമായിട്ടുള്ള വളരെ ദയനീയമായ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തൃപ്തി ഉണ്ടാകണമെന്നില്ല. പരാജയങ്ങൾ തന്നെയാണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അവർ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ശത്രുക്ഷേത്ര സ്ഥിതനായിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ മിഥുനക്കുറുകാർ ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രൻ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. അപ്പം മിഥുനൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധന്റെ ക്ഷേത്രമാണ് മിഥുനൻ രാശി. അപ്പോൾ ആ മിഥുനൻ രാശിയിൽ ഓൾറെഡി ചന്ദ്രൻ ശത്രു ക്ഷേത്രസ്ഥിതനായിട്ടാണ് നിൽക്കുന്നത്. അത് തന്നെ മിഥുനക്കുറുകാരുടെ ജീവിതത്തെ ശത്രുതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ മിഥുനക്കുറുകാർ ചെയ്തു പോകണം. അതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാം, തൊഴിൽപരമായിട്ടുള്ള പ്രയാസം ഉണ്ടാകാം, കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രയാസം ഉണ്ടാകാം, വ്യക്തിപരമായി സ്വസ്ഥത സമാധാനം അനുഭവിക്കാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഏറ്റവും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ അനുഗ്രഹമാണ് ഇവർക്ക് വേണ്ടിയത്. അപ്പോൾ ആ ചന്ദ്രന്റെ അനുഗ്രഹം ഇവർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കാത്തത് കൊണ്ടാണ് ഇവരിൽ പലരും 90% ആൾക്കാരും ഈ ദാമ്പത്യ ജീവിതം കൊണ്ടും വ്യക്തിപരമായ ജീവിതം കൊണ്ടും ഒക്കെ പരാജയപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അവരെക്കുറിച്ച് നോക്കുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നുമില്ല. ഭാര്യയും ഭർത്താവും അകന്നു കഴിയുന്നവരുണ്ട്, ഡിവോഴ്സിലായവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ദാമ്പത്യ ജീവിതം ശോഭിക്കാത്തവരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്, ഒരുപാട് പരാധീനതകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ മിഥുനൻ രാശിയിൽ ശത്രുക്ഷേത്ര സ്ഥിതനായിട്ടാണല്ലോ ഇവർ ജനിക്കുമ്പോൾ തന്നെ ചന്ദ്രൻ നിൽക്കുന്നത്. ആ ചന്ദ്രനെ മറ്റൊരു ശത്രുഗ്രഹം വീക്ഷിക്കുകയോ അല്ലെങ്കിൽ ചന്ദ്രൻ ബലമില്ലാത്ത സാഹചര്യത്തിലൊക്കെ ആകുമ്പോൾ അത് മിഥുനക്കുറുകാരുടെ ജീവിതത്തെ ശരിക്കും ബാധിക്കും. അപ്പൊ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകാൻ താല്പര്യപ്പെടുക. അപ്പൊ ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ മിഥുനക്കുറുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. നഷ്ടസാധ്യതകളൊക്കെയാണ് കാണുന്നത്. തൊഴിൽപരമായിട്ടുള്ള നഷ്ടം കാണുന്നു, തൊഴിലിൽ നിന്നുള്ള ശമ്പളം കിട്ടാതെ പോകുന്നു, അല്ല തൊഴിൽ വരുമാനം കൊണ്ട് കിട്ടാതെ പോകുന്നു. അങ്ങനെ ഒരുപാട് പോരായ്മകളൊക്കെയാണ് വരുന്നത്. പക്ഷെങ്കിൽ ദൈവാധീനം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം വന്നു ചേർന്ന് അവരെങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകും. അങ്ങനെയാണ് പറയാനുള്ളത്. ഇനി കർക്കിടകക്കുറുകാരുടെ കാര്യം പറയാം. കർക്കിടകക്കുറിപ്പെട്ട പുണർതം, കാല്, പൂയോ, ആയില്യം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നേട്ടങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ അനുകൂലമായ ദിവസമാണ്. ഏറെക്കുറെ ഒരു 70-80% നേട്ടങ്ങൾ അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കും കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട്, തൊഴിൽപരമായിട്ട്, മാതാവിനെ കൊണ്ട്, വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഒക്കെ അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. തിങ്കളാഴ്ച ദിവസം അനുഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം വന്നു ചേരുന്ന ഒരു ദിവസമായി വന്നു ചേരുന്നു. ഇനിയും ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ തിങ്കളാഴ്ച ദിവസത്തെ അനുഭവം തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ മെച്ചപ്പെട്ടതായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. മാതാവിനെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മാതാവിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നതെങ്കിലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ തിങ്കളാഴ്ച ദിവസം നഷ്ടസാധ്യതകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. അത് ജനിച്ച സമയത്ത് ചന്ദ്രൻ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് അവരുടെ ഗ്രഹനിലയിൽ ഉള്ളതെങ്കിൽ, കറുത്ത വർഷത്തിലെ ചന്ദ്രനോ, ബലമില്ലാത്ത ചന്ദ്രനോ, ശത്രുക്ഷേത്രസ്ഥനായ ചന്ദ്രനോ, ശത്രുക്കൾ വീക്ഷിക്കുന്ന ചന്ദ്രനോ ഒക്കെ ആണെങ്കിൽ നഷ്ടസാധ്യതകളായിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുക. അല്ലാത്തവർക്കൊക്കെ ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള നേട്ടങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം. നേട്ടങ്ങൾ ഭാഗ്യമായിട്ട് വന്നു ചേരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിക്കാം. മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഏകദേശം തരക്കേടില്ലാത്ത ഒരു 70-80% ഒക്കെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുന്നൊരു ദിവസമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ നല്ല അനുഭവങ്ങളായി വന്നു ചേരുന്നു. അതാണ് അതിന്റെ ഭാഗ്യം കൊണ്ട്
ഭാഗ്യം ദൈവാനുഗ്രഹത്താൽ ശ്രേഷ്ഠമായ ഒരു അനുഭവമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പൊ അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത തീരെ കുറവാണ്. നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് കന്നിക്കൂറുകാരോട് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുവാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ, ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകാം. തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുകളും ശത്രുതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകാം. ധനസംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മോശമായ അനുഭവം ഉണ്ടാകാം. ദാമ്പത്യ ജീവിതം കൊണ്ടും തൃപ്തികരമല്ലാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ കുഴപ്പമില്ലാതെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നേട്ടങ്ങളൊക്കെ തടസ്സങ്ങളൊന്നുമില്ലാതെ, നേട്ടങ്ങൾ ഉണ്ടെങ്കിലും തടസ്സപ്പെട്ടു പോയാൽ നേട്ടങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പം നേട്ടങ്ങൾ വന്നു ചേരേണ്ടതായിട്ടുള്ള നേട്ടങ്ങൾ തടസ്സമില്ലാതെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം കൊണ്ട് വിജയം കൈവരിക്കാൻ കഴിയും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുഭവിക്കാൻ കഴിയും. മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടം അനുഭവിക്കാൻ കഴിയും. അപ്പോൾ തൊഴിൽ കൊണ്ടും ധനം കൊണ്ടും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭാഗ്യം കൊണ്ടും ഒക്കെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ദിവസമല്ല. രോഗം, കടം, ശത്രുതയാൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായില്ലെങ്കിലും രോഗത്താലോ കടബാധിതാലോ ശത്രുതയാലോ ഒക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമായിരിക്കാം. എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാനോ അലട്ടുവാനോ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം കൊണ്ട് തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ തൃപ്തികരമാണെന്നില്ല. അങ്ങനെ കുറച്ച് ന്യൂനതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. എങ്കിലും അത് വലിയൊരു രോഗമായിട്ടൊന്നും മാറത്തില്ല. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതം കൊണ്ട് കാര്യവിജയം ഉണ്ടാക്കിയെടുക്കാൻ വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേർന്ന ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ആ കാര്യം വിജയിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ കാര്യവിജയം കൊണ്ട് ജീവിതാപൂർത്തി പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ്. അത് രാജയോഗ തുല്യമായ അനുഭവങ്ങളായിട്ട് ജീവിതത്തിൽ വന്നു ചേരുന്നു. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ ദാമ്പത്യ ജീവിതം കൊണ്ടും വ്യക്തിപരമായ ജീവിതം കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാർ അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മാതാവും മുഖേനയുള്ള സ്വത്തുവകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അലട്ടാതെ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളുമായിട്ട് കുംഭക്കൂറുകാർക്ക് തിങ്കളാഴ്ച ദിവസം ജീവിച്ചു പോകാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികൾ, തൊട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ, അതായത് ഇപ്പം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ വന്ന് അവരുടെ ആ കാര്യം വിജയിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ മക്കൾക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ സഹായം വസ്തുവുമായിട്ട് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അങ്ങനെ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന വന്നു ചേർന്ന് അത് രാജയോഗ തുല്യമായ അനുഭവങ്ങളായി മാറുന്ന ഒരു ദിവസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചെന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാതാവിനെ കൊണ്ട് നല്ല നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും രാജയോഗ തുല്യമായ അനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നു. ദാമ്പത്യ ജീവിതവും വ്യക്തിവിധവും ഒക്കെ രാജയോഗ തുല്യമായ അനുഭവങ്ങളായിട്ട് മീനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. തിങ്കളാഴ്ച ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തന്നെ, നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഞാനിവിടെ പറയുന്നത് ഈ തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ്. തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ചൊവ്വാഴ്ച 4:10 വരെ ഉണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 4:10 വരെ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണെങ്കിലും രാവിലെ 7:29 കൊണ്ട് തൃതീയ തിഥി അവസാനിക്കുന്നു. പിന്നീട് ചതുർത്ഥി തിഥിയാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം രാവിലെ 7:29 കൊണ്ട് തൃതീയ തിഥി അവസാനിച്ച് ചതുർത്ഥി തിഥി ആരംഭിക്കുന്നു. ചതുർത്ഥി തിഥി ചൊവ്വാഴ്ച ദിവസം രാവിലെ 4:16 വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. രോഹിണി നക്ഷത്ര പ്രകാരം കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു.
രോഹിണി നക്ഷത്രപ്രകാരം നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന നാളുകാർ കാർത്തിക, രോഹിണി, തിരുവോണം, അവിട്ടം, അത്തം, ഉത്രം, അശ്വതി, ഉത്രട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. തിങ്കളാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർ, തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർ, ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം 1/4 നാളുകാർ, അതുപോലെ തന്നെ ഭരണി, രേവതി, പൂരുട്ടാതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇനിയും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച രാവിലെ 6:20 മുതൽ 7:50 വരെയുള്ള സമയം പൊതുവായിട്ട് നിങ്ങൾക്ക് ശുഭസമയമായിട്ട് സ്വീകരിക്കാം. വീണ്ടും രാവിലെ 10:50 മുതൽ ഉച്ചകഴിഞ്ഞ് 3:20 വരെയുള്ള സമയവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 20 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 2 വരും. അപ്പോൾ നല്ല കാര്യമാണ്. തിങ്കളാഴ്ച ദിവസം 2 വരുന്നത് നല്ലതാണ്. പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ എല്ലാവരും ധരിക്കുക. നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് സംഖ്യാ ജ്യോതിഷം അവകാശപ്പെടുന്നത്. ഇനി ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ തിങ്കളാഴ്ച ദിവസം അശ്വതി, തിരുവോണം, രോഹിണി, മകം, വിശാഖം, കാർത്തിക, പൂരുട്ടാതി, പുണർദം, അത്തം, മൂലം എന്നീ നാളുകാർക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.